അപ്പൊ പറഞ്ഞ ഞാൻ വണ്ടി ഓടിക്കാൻ, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. കണ്ണാടി വെച്ചിട്ട് കണ്ണാടി മാറ്റി. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്താ മക്കളെ എവിടെ നോക്കി നിങ്ങൾ വണ്ടി ഓടിക്കണത്? ചേട്ടനല്ലേ സഡൻ ബ്രേക്ക് പിടിച്ചത്? ഇപ്പൊ എന്റെ വണ്ടി പുറകെ തട്ടിയതും പറയുമ്പോ ഞാനായോ കുറ്റക്കാരൻ? അല്ലേട്ടാ, നമ്മള് പെട്ടെന്ന് പിടിച്ചിട്ട് കിട്ടിയില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നമുക്ക് ഇവിടെ അടുത്തൊരു ഗ്യാരേജ് ഉണ്ട്, അവിടെ വരെ പോവാം. രണ്ട് പിള്ളേരൊന്ന് വണ്ടി വന്ന് മുട്ടിയടാ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാ. ചെറിയൊരു സ്ക്രാച്ച് പോലെ ആയിട്ടുണ്ടല്ലേ, നമുക്കൊന്ന് ആദ്യം ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിയാലോ. കാക്കനാട് ഇത്ര വലിയൊരു കാർ ഗാരേജ് ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ വേറെ എന്തെല്ലാം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് കാർ വാലിക്ക് ഉള്ളത് ശരിക്കും 3 സർവീസ് ആയിട്ടാണ്. മെക്കാനിക്കൽ സർവീസ്, ബോഡി ആൻഡ് ഷോപ്പ്, ഡീറ്റെയിലിംഗ് സർവീസ്. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോഡി ഷോപ്പാണ്. ഈ എറണാകുളം റീജിയനിൽ ഇത്ര ഇൻഷുറൻസ് ടൈപ്പ് ഉള്ളതും ക്യാഷ്ലെസ് കൊടുക്കുന്ന വർക്ക്ഷോപ്പ് വേറെ ഇല്ല. ഇതാണ് നമ്മുടെ ഡീറ്റെയിലിംഗ് സെക്ഷൻ. ഇവിടെ മെയിനായിട്ട് വാഷിംഗ് ഉണ്ട്, അണ്ടർ ബോഡി കോട്ടിംഗ് ഉണ്ട്, ഇന്റീരിയർ ക്ലീനിങ് ഉണ്ട്, പിന്നെ പോളിഷിംഗ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമുക്ക് 13th ആനിവേഴ്സറി ആണ് കാർ വാലിന്റെ വരെ. അതുകൊണ്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു 5000 rupees ഓഫായിട്ട് തന്നെ സെറാമിക് കോട്ടിംഗ് ചെയ്യുന്നുണ്ട്. കാർ വാഷിന് വല്ല ഓഫേഴ്സ് ഉണ്ടോ? നമ്മുടെ കാർ വാലിന്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു 6 months ഒരു പാക്കേജ് വാഷിംഗ് കൂപ്പൺ ആയിട്ട് ഇറക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 20% ഡിസ്കൗണ്ട് കിട്ടും. ഈ 6 മാസത്തെ പാക്കേജ് ഒരുമിച്ചെടുക്കും. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? പേയ്മെന്റ് എങ്ങനെയാ? ഓഫീസിലാണ്. അപ്പൊ ബില്ലിംഗ് എങ്ങനെയാ? ഏത് വണ്ടിയായിരുന്നു? ഇപ്പൊ ഒരു ബെഞ്ച് വന്നിട്ടുണ്ടല്ലോ. അത് പേയ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടാന്നോ? അതെന്താ? അത് കാർവാലിയുടെ പാർട്ട്നേഴ്സാണ്. ചേട്ടൻ ഈ ഗാരേജിലെ പാർട്ട്ണർ ആയിരുന്നോ? അപ്പൊ ഹാപ്പി ആയില്ലേ? അപ്പൊ ഞാൻ മാത്രമല്ല, ഞങ്ങളെ കൂടാതെ വേറെ 4 പേര് കൂടി എന്റെ പാർട്ട്നേഴ്സിനായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാറിന് എന്ത് പ്രോബ്ലം വന്നാലും അതൊരു സിംഗിൾ പോയിന്റ് സൊല്യൂഷൻ ആയിട്ട് കാർവാലിയെ ഓർമ്മയിൽ വെക്കുക, നമ്പർ സേവ് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും മെമ്പർഷിപ്പ് ഉണ്ടോ? അല്ലേ ആഴ്ച ഇവിടെ ഇങ്ങനെ ഇടിക്കാറുണ്ടേ? ഒരു സ്ഥിരം പരിപാടിയാണല്ലേ? പിന്നെന്താ?